രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള മാനസാന്തരവും രക്ഷിക്കപ്പെട്ട ശേഷമുള്ള മാനസാന്തരവും രണ്ട് സൈസാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളത് ഒരു ഹോൾസെയിലായിട്ടുള്ള എല്ലാം ഏറ്റുപറഞ്ഞ് മൊത്തത്തിലൊരു മാനസാന്തരം. ചിലപ്പോൾ ചില കാര്യങ്ങൾ അതിന് പറഞ്ഞു നിൽക്കത്തില്ല, ഓർമ്മ വന്നതൊക്കെ പറയത്തുള്ളൂ. പക്ഷേ രക്ഷിക്കപ്പെട്ട ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനെ പിന്നെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, ഉണർത്തിക്കൊണ്ടിരിക്കും. അത് രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്ത പ്രവൃത്തിയാകാം, അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ചെയ്ത പ്രവൃത്തിയുമാകാം. ഏതായാലും പരിശുദ്ധാത്മാവ് ഒരു വിഷയം ഓർപ്പിക്കുമ്പോൾ അതിന്മേൽ യഥാസ്ഥാനപ്പെടുന്ന അനുഭവമാണ് മാനസാന്തരം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ ക്രിസ്തുയേശുവിനാൽ ഉയർപ്പിക്കപ്പെടുന്നതിന്, ജീവിപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, കൃപയാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഭാഗങ്ങൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വായിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും വിഷയം നമ്മിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒന്നുകിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇനിയും മാനസാന്തരപ്പെടണം ആ വിഷയത്തിൽ. എങ്കിൽ മാത്രമേ ശിക്ഷാവിധിയിൽ നിന്ന് വെളിയിൽ വരത്തുള്ളൂ. ശിക്ഷ രണ്ട് സൈസുണ്ട്. ഒന്ന്, മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യും. ജഡത്തിൽ നന്മ വിതച്ചാൽ ജഡത്തിൽ നന്മ കൊയ്യും. ജഡത്തിൽ തിന്മ വിതച്ചാൽ ജഡത്തിൽ തിന്മ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഈ ലോകത്തിൽ ഉള്ള ശിക്ഷ. വരുവാനുള്ള ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ രക്ഷിക്കപ്പെട്ടവരെ അവരുടെ പ്രവൃത്തിക്കടുത്ത പ്രതിഫലം കൊടുക്കുവാൻ വേണ്ടി കൂട്ടുമ്പോൾ പുല്ല്, മരം, വൈക്കോൽ ഇവ കൊണ്ട് പണിതാൽ തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ കത്തിപ്പോവും. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഇവ കൊണ്ട് പണിതാൽ തീയിൽ കൂടെയും നിലനിൽക്കും, പ്രതിഫലം കിട്ടും. അപ്പം അവിടെയും നഷ്ടം, ഇവിടെയും നഷ്ടം. ഇനി കർത്താവ് തരുന്ന സന്ദർഭങ്ങൾ ഉപയോഗിക്കാതെ ദൈവത്തിൻ്റെ പൈതലായി തീരുവാൻ ദൈവവചനം കേട്ടിട്ടും സാധിച്ചില്ലെങ്കിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഒടുവിൽ വെള്ളസിംഹാസനം ഞാൻ കണ്ടു, മരിച്ചവർ ആബാലവൃദ്ധം മുമ്പിൽ നിന്നു, അവിടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആമേൻ. മാനസാന്തരത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ നഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ചിലത് താൽക്കാലിക നഷ്ടം, ചിലത് നിത്യതയുടെ നഷ്ടം, ചിലത് നിത്യമായ നഷ്ടം. മാനസാന്തരം കൊച്ചു കാര്യമല്ല. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. മാനസാന്തരം ശരിക്ക് നടന്നില്ലെന്ന് വിചാരിക്കുക, ശരിയായ മാനസാന്തരപ്പെട്ടില്ല എന്ന് വിചാരിച്ചോ, തൽക്കാലം ഇവിടെ ലാഭം കണ്ടെന്നിരിക്കും തൽക്കാലം. പക്ഷെ പിന്നത്തേതിൽ വളരെ വളരെ പ്രതികൂലങ്ങളിലും കഷ്ടങ്ങളിലും എത്തിച്ചേരും. ഒരരിഷ്ട മനുഷ്യനായിട്ട് മരിക്കേണ്ടി വരും. ഏതായാലും ജീവൻ പോകുന്നതിന് മുൻപ് ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു ഓർമ്മ മനസ്സിൽ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇത്രയും നാൾ ജീവിച്ചിട്ട് എന്ത് നേടി? ഒരു കാര്യം ഷുവറാകുന്നൊരു സന്ദർഭമുണ്ട്. അതായത് ഞാൻ ഈ ലോകം വിട്ട് പോകാൻ പോവുകയാണ്, അത് ഉറപ്പാകുന്നൊരു മിനിറ്റുണ്ട്. ഇനി ഒരു ദിവസം പോലും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, ഞാൻ ഈ ലോകത്തോട് എന്നേക്കുമായി ഇതാ യാത്ര പറയുകയാണ്, അങ്ങനെ തോന്നുന്നൊരു നിമിഷം വരും. ഒരു സമയമുണ്ട് ഏതൊരു മനുഷ്യൻ്റെയും. ആ സമയത്ത് ശരിക്കും മാനസാന്തരപ്പെട്ട് ശരിയായ പ്രമാണത്തിൽ ജീവിച്ചവന് എന്തു പറയാൻ സാധിക്കുന്നറിയാമോ? ദുർസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ ഇത സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാര്യ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഇപ്പൊ മരണം നടന്നാൽ ഏറെ നാളായി കാണാൻ ആശിച്ചിരുന്ന എൻ്റെ പ്രിയനെ ഞാൻ കാണും, തിരുമാറോട് അണഞ്ഞിടും. ഉറപ്പുണ്ടോ? കൈകളാൽ തീർക്കപ്പെടാത്തതാ
പുരുഷാരെ നഗരമത് തലതാരിയാൽ മണവാട്ടിയാൽ പരനോടു കൂടെ വാഴുവേ മൂലസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ ശുഭവസ്ത്രധാരിയാൽ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഉറപ്പ് എല്ലാ നിമിഷത്തിലും ഒരു വിശ്വാസിക്കുണ്ടാകണം. ഇതില്ലെങ്കിൽ ഉണ്ടാക്കണം. അതുണ്ടാകത്തക്കവണ്ണം ജീവിക്കണം. അതിന് വാക്കുകൾ സൂക്ഷിക്കണം, നടപ്പ് സൂക്ഷിക്കണം, ചിന്തകൾ സൂക്ഷിക്കണം, ഇടപാടുകൾ സൂക്ഷിക്കണം. എവിടെയെങ്കിലും ഈ വിരുദ്ധ തെറ്റിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവത്തിലേക്ക് പിശാച് നിന്നെ പരീക്ഷിച്ച് തള്ളിയിട്ടാൽ അവിടെ നിന്ന് ചാടി മാനസാന്തരപ്പെട്ട് എണീറ്റ് വീണ്ടും തിരിച്ചു വരണം. ഇതാ ക്രിസ്തീയ ജീവിതം. പക്ഷെ വീഴാൻ വേണ്ടി ജീവിക്കരുത്. മനസ്സിലായോ? അത് കത്തോലിക്കന് കുമ്പസാരമാകും. വീണിട്ട് എണീക്കാമെന്ന് വിചാരിച്ച് വീഴാൻ വേണ്ടി ജീവിക്കരുത്. വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരുവനിൽ ആശ്രയിച്ച് ജീവിച്ചോണം. ആമേൻ. ക്രിസ്തുയേശുവിൽ വീഴാതെ വണ്ണം നമ്മെ കളങ്കമില്ലാത്തവരായി മഹിമയോടെ സൂക്ഷിക്കാൻ കഴിവുള്ള ഒരുവന് വേണ്ടി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. നഷ്ടം വരും, കഷ്ടം വരും, പ്രയാസം വരും, പ്രതികൂലം വരും. അതാണ് എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പറയുന്നത്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. മുമ്പേ 2 കൂട്ടരെ അനുസരിച്ച് നടന്നു. 1 ജീവനുള്ള ഒന്നിനെ, 2 ജീവനില്ലാത്തതിനെ. ജീവനില്ലാത്ത ഏതാണെന്നറിയാമോ? ഈ ലോകത്തിന്റെ കാലഗതി. അതിന് ജീവനില്ല, പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആൻഡ് പവർഫുള്ളാണ്. പ്രൈസ് ദി ലോർഡ്. ഫാഷനൊക്കെ അതിനകത്ത് വരും, ചില ട്രെൻഡ് അതിനകത്ത് വരും. ആ ട്രെൻഡ് നിനക്ക് ബാധകമല്ല. ദൈവത്തിന് സ്തോത്രം. 2ാമത് ഈ ലോകത്തിന്റെ കാലഗതി മാത്രമല്ല, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന രക്ഷിക്കപ്പെടാത്തവരിൽ വ്യാപരിക്കുന്ന ആത്മാവും ഒന്നല്ലെന്നറിയാമോ? നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവും നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യുന്നവരിൽ വ്യാപരിക്കുന്ന ആത്മാവും ഒന്നല്ലെന്നറിയാമോ? നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവും നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആളുകളിൽ വ്യാപരിക്കുന്ന ആത്മാവും ഒന്നല്ലെന്നറിയാമോ? ഒന്നല്ല. അപ്പോ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് പറയുന്നതനുസരിച്ച് അവർ നടക്കുമ്പോൾ ഞാൻ എന്തെയും? നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിനനുസരിച്ച് നടക്കണം. അങ്ങനെ അനുസരിച്ച് നടന്ന് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയിൽ കോപത്തിന്റെ മക്കളായിരുന്നു. എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കാതെ വിശുദ്ധനാകാൻ പറ്റുകയില്ല. പന്നിക്ക് വൃത്തിയായിട്ട് ജീവിക്കാൻ പറ്റാത്ത കാരണം എന്നാ? ചെളി കണ്ടാൽ അപ്പം അതിൽ പോയി ചാടും. അതിന് വൃത്തിയായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം വേർപാടില്ലാതെ വിശുദ്ധനാകാൻ നോക്കല്ലേ, നടക്കുകയില്ല. ഇനി പറ്റുന്ന ആരൊക്കെ പറഞ്ഞാലും അത് വെറും മിഥ്യാധാരണയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചന പ്രകാരം വിശുദ്ധരല്ല. വേർപാടില്ലാത്ത വിശുദ്ധൻ വചനപ്രകാരം വിശുദ്ധനല്ല. അപ്പൊ എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള മിംഗ്ലിങ്ങിൽ ശ്രദ്ധിക്കണം. അവന് കണ്ണും കാലും കൈയും ഒക്കെ ഉണ്ട്, എനിക്കും കണ്ണും കാലും കൈയും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, അവനില്ലാത്തൊരു ആത്മാവ് നിനക്കുണ്ട്. മനസ്സിലായാലും അവനില്ലാത്തൊരു അവകാശത്തിന് നീ അവകാശിയാണ്. അവനില്ലാത്തൊരു പദവിക്ക് നീ അവകാശിയാണ്. ഹല്ലേലൂയ. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ വേർപാട് പാലിക്കാതെ പോയാൽ നിന്റെ വിശുദ്ധി പോകും, ദൈവകൃപയിൽ നിന്ന് പോകും, കിട്ടിയ നന്മ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 26-ാം അധ്യായം 74-75 വാക്യങ്ങൾ. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. എന്നാറേ, കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും
എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസ് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. പത്രോസ് കോഴി കൂവിയപ്പോൾ എന്ത് ചെയ്തു? എന്നോട് ശ്രദ്ധിച്ച്. എന്നാറേ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. എന്ന് യേശു പറഞ്ഞ വാക്ക് ഓർത്തപ്പോൾ എന്ത് ചെയ്തു? പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പുറത്തുപോയി ദുഃഖത്തോടെ കരഞ്ഞു. ഹല്ലേലൂയ. പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ട് പന്നി തിന്നുന്ന വാളവര തിന്നാൻ ആഗ്രഹിച്ചിട്ടും അത് കിട്ടാതെ വന്ന മുടിയൻ പുത്രൻ, സകലതും നശിപ്പിച്ച ധൂർത്തപുത്രൻ അവിടെ കിടന്നുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലുള്ള കൂലിക്കാര് തിന്ന് ശേഷിപ്പിക്കുന്നത് ഓർത്തപ്പോൾ അവനവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോ നഷ്ടപ്പെട്ടതിൽ നിന്ന് മടങ്ങി വരുവാൻ, നഷ്ടപ്പെട്ടത് വീണ്ടും തിരികെ കിട്ടുവാൻ ആദ്യം ഉണ്ടാകേണ്ടത് ഒന്നുകിൽ നീ പുറത്തു പോകണം, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകണം. പന്നിക്കൂട്ടത്തിൽ കിടന്നുകൊണ്ട് നിനക്ക് മാനസാന്തരപ്പെടാൻ പറ്റുകയില്ല. പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ട് നിന്റെ വാളവര തീറ്റ നിൽക്കുകയില്ല. പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ട് നിനക്ക് വൃത്തിയായി ജീവിക്കാൻ പറ്റുകയില്ല. കാരണം സഹവാസം പന്നികളാണ്. പറ്റുകയില്ല. ആദ്യം നിന്റെ കൂട്ടുകെട്ട് വിടാതെ വിശുദ്ധനായി ജീവിക്കാൻ പറ്റുകയില്ല. നിന്റെ വിശ്വാസത്തിന് ചേരാത്ത കൂട്ടുകെട്ടുകൾ കട്ട് ചെയ്യാതെ വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. പത്രോസ് മാനസാന്തരപ്പെടണമെങ്കിൽ, കരയണമെങ്കിൽ പുറത്തു പോകണം. പുറത്തു പോകാതെ പത്രോസ് എന്തെല്ലാം കണ്ണീരൊഴിക്കാൽ അത് മുതലക്കണ്ണീരാകത്തുള്ളൂ. ഇനി പത്രോസ് പുറത്തു പോയിരുന്നു. എവിടെ ആയിരുന്നു? മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 57 മുതൽ വായിച്ച് 26-57. യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു. അകത്ത് കിടന്ന് അവസാനം കാണുവാൻ സേവകന്മാരോടുകൂടിയിരുന്നു. പത്രോസോ ദൂരവേ അവനെ പിൻചെന്നു. ലൂക്കോസ് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിന് 54-ാം വാക്യം. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. പത്രോസും അകലം വിട്ട് പിൻചെന്നു. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ നീ ഒരു വിജയം ആഗ്രഹിക്കുന്നെങ്കിൽ നീ ക്രിസ്തുവിനെ പിൻപറ്റിയാൽ പോരാ, അകലം വിട്ടു പോകരുത്. ഹല്ലേലൂയ. ചുമ്മാ പുറകെ പോയാൽ പോരാ. പത്രോസ് അകലം വിട്ട് പിൻചെന്നു. യേശു അതിലേ പോകുന്നു. പത്രോസ് ഇത്രയും അകലം വിട്ടു പോകുന്നു. യേശു തിരിഞ്ഞു നോക്കിയാൽ പത്രോസ് എന്ത് ചെയ്യുന്നു നോക്കിയാൽ, ഞാൻ കൂടെ ഉണ്ടോ വെച്ചാൽ പേടിക്കണ്ട, ഞാനുണ്ടെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പുരുഷാരം നോക്കുമ്പോൾ പത്രോസ് അവരുടെ കൂടെയുണ്ട്. പിടികൊടുക്കാത്ത വിശ്വാസി. ദൈവവൈതലേ, നീ ഒന്നുകിൽ യേശുവിൻ്റെ കൂടെ, അല്ലെങ്കിൽ യേശുവിനെ വിസ്തരിച്ച് കൊല്ലാൻ പോകുന്നവരുടെ കൂടെ. ഇതിൻ്റെ ഇടയ്ക്കൊരു സ്ഥാനം നിനക്കില്ല. അങ്ങനെ നീ പോയാ എവിടെ ചെന്ന് എത്തുമെന്നറിയാമോ? 54-ാം വാക്യവും 55 ഒന്നുകൂടെ വായിച്ച്. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. പത്രോസും അവരുടെ ഇടയിലിരുന്നു. ഹല്ലേലൂയ. നല്ല തണുപ്പുള്ള രാത്രി. സേവകന്മാര് നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് അതിന് ചുറ്റുമിരിക്കുകയാണ്. പത്രോസും അവരുടെ ഇടയിൽ പോയിരുന്നു. 26-58. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു. അകത്ത് കിടന്ന് അവസാനം കാണുവാൻ സേവകന്മാരോടുകൂടിയിരുന്നു. അവസാനം കാണാൻ സേവകന്മാരോടുകൂടി ഇരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അവസാനം കാണണമെന്ന് പത്രോസിന് ആഗ്രഹമുണ്ട്. ഇതെന്തായിത്തീരുമെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവനവന്റെ തടി കേടാകാതെ സേവകന്മാരോട് കൂടെ ഇരുന്ന് അവരുടെ ഒരാളായിരുന്നു കൊണ്ട് ഇത് പഠിക്കാനിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ പരാജയം അവിടെ ആരംഭിച്ചു. 12 അപ്പോസ്തലന്മാരിൽ
ഒരുത്തൻ ഒറ്റിക്കൊടുത്ത് പോട്ടെ, ബാക്കി 11 ഉണ്ടായിരുന്നു. 10 യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നില്ല, അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. ദൈവമക്കളെ, വേർപാട് നീ പാലിക്കുന്നില്ലെങ്കിൽ നീ ജീവിതത്തിൽ പലവട്ടം യേശുവിനെ തള്ളിപ്പറയേണ്ടി വരും. കാരണം യേശുവിനെ അംഗീകരിക്കാത്ത, യേശുവിനെ ക്രൂശിക്കാൻ നിൽക്കുന്ന, യേശുവിന്റെ മുഖത്ത് തുപ്പിയ, യേശുവിന്റെ കന്നത്ത് അടിച്ച, യേശുവിന്റെ തലയിൽ മുൾമുടി വച്ച, അവന്റെ അങ്കി വലിച്ചു കീറി അവനെ രക്താംബരം ധരിപ്പിച്ച, ഒടുവിലായി ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാൻ എന്ന് വിളിച്ചു പറഞ്ഞ് അവനെ കാൽവരിയിൽ കൊണ്ടുപോയി ക്രൂശിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടത്തിന്റെ മധ്യത്തിലാണ് നീയായിരിക്കുന്നത്. അവർ ബഹുമാനിക്കാത്ത യേശുവിനെ അവരുടെ മുമ്പിൽ നിനക്ക് ബഹുമാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വേർപാട് ഇത്ര പ്രധാനമുള്ളതായിരിക്കുന്നത്. വേർപാടിന്റെ മർമ്മം മനസ്സിലാക്കിയാലുണ്ടല്ലോ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് മാറും. അപ്പോ പത്രോസിന്റെ ജീവിതത്തിൽ അവൻ ഇവരുടെ മധ്യേ ചെന്നിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. ആ ഇരിക്കുന്ന സമയത്താണ് 26-69 മുതൽ വായിക്കാം. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടി ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. സ്റ്റെപ്പ് 1, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. മറുപടി എന്തായിരുന്നു? അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. ഗലീലയോ യേശുവോ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ഇവനെ വിളിച്ചു വേർതിരിച്ചതാണ്. ഗലീലയും അറിയത്തില്ല, യേശുവിനെയും അറിയത്തില്ല. അടുത്ത വാക്യം. എന്നെല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. എന്നെല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. ആര് കേൾക്കെ? പത്രോസേ, നിന്റെ ചുറ്റുമിരിക്കുന്നവർ കേൾക്കെ. നിന്റെ ചുറ്റുമിരിക്കുന്നവർ യേശുവിനെ ഏറ്റുപറയാത്തവരാകുമ്പോൾ നിനക്ക് ഏറ്റുപറയാൻ പറ്റത്തില്ല. നീ അവിടെ നിന്ന് മാറിയിരുന്നെങ്കിൽ തള്ളിപ്പറയേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകസ്നേഹം ദൈവസ്നേഹത്തിന് ശത്രുത്വമാകുന്നു. മാനസാന്തരപ്പെടാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കണം. ലോകത്തിനെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകസ്നേഹം ദൈവസ്നേഹത്തോട് ശത്രുത്വമാകുന്നു. ഇനി താഴട്ടോ. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ ആദ്യം അബദ്ധം പറ്റിയത് കണ്ടപ്പോൾ പുള്ളി എന്ത് ചെയ്തു? പടിപ്പുരയിലേക്ക് പോയി. എന്നിട്ട് മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട്, ഇവനും നസ്രായനായ യേശുവിനോട് കൂടി ആയിരുന്നു എന്ന് പറഞ്ഞു. ഇവനും നസ്രായനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഗലീലക്കാരൻ എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പൊ നസ്ര എന്നായി വായിച്ചേ. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. ആമീൻ. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. ദൈവമക്കളെ, അകത്ത് കയറി ഇവരുടെ കൂടെ ഇരിക്കാതിരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. പത്രോസിനെ കയറ്റിയതാരാന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷത്തില് 18-ാം അധ്യായം 15-ാം വാക്യം. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകിയ. ആ ശിഷ്യൻ യോഹന്നാനെ കുറിച്ച് പറയുകയാണ്. യോഹന്നാന് മഹാപുരോഹിതന് പരിചയമുള്ളവനായിരുന്നു. വേദശാസ്ത്രജ്ഞർ പറയുന്നത് ഈ യോഹന്നാൻ മഹാപുരോഹിതന്റെ അരമനയിൽ എല്ലാ ദിവസവും മീൻ കൊടുത്തിരുന്നവനാണെന്ന് പറയുന്നു. അങ്ങനെ പരിചയം. ആ ശിഷ്യന് മഹാപുരോഹിതന് പരിചയമുള്ളതാകയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു. കാരണം കാവൽക്കാർക്ക് ഇവനെ അറിയാം, ഏറ്റുവിട്ടു. അടുത്ത വാക്യം കൂടെ വായിച്ചേ. പത്രോസ് വാതിൽക്കൽ പുറത്ത് നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ് പത്രോസിനെ അകത്ത് കയറ്റി. പ്രൈസ് ദി ലോർഡ്. വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ് പത്രോസിനെ അകത്ത് കയറ്റിയതാ. അപ്പം 2 ശിഷ്യന്മാരകത്തുണ്ടായിരുന്നു. ഒരു ശിഷ്യന് തള്ളിപ്പറഞ്ഞു, ഒരു ശിഷ്യൻ പിന്നെ എന്താ ചെയ്തെന്ന് പോലും ആരും അറിഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം. നീ നിൽക്കേണ്ടിടത്ത് നിന്നാൽ ഒരേ രാജ്യത്ത്, ഒരേ ലോകത്ത്, ഒരേ സ്കൂളിൽ, ഒരേ കോളേജിൽ, ഒരേ ഓഫീസിൽ, ഒരേ വീടിന്റെ മുറ്റത്ത്, ഒരേ ജനത്തിന്റെ മധ്യേ
നിൽക്കേണ്ടതുപോലെ നിന്നാൽ തള്ളിപ്പറയേണ്ടി വരത്തില്ല. എന്നാൽ മറ്റുള്ളവർ പറ്റുന്ന ചൂടില് നിനക്കും പങ്കുപറ്റാൻ അവരിട്ട് കത്തിക്കുന്ന തീയുടെ ചുറ്റും ചെന്ന് അവരിരിക്കുന്നവന്റെ കൂട്ടത്തിലിരുന്നാൽ നിന്റെ വേർപാട് നഷ്ടപ്പെട്ടു, നീ തള്ളിപ്പറയും. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവപൈതലേ, ദൈവത്തിന് സ്തോത്രം. നിന്റെ കൂട്ടുകാർ പാർട്ടി കൂടും, പ്രൊമോഷൻ കിട്ടിയതിൻ്റെ പാർട്ടി കാണും, വെഡിങ് ആനിവേഴ്സറിയുടെ പാർട്ടി കാണും, ബർത്ത്ഡേയുടെ പാർട്ടി കാണും, പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടിയതിനും ചിലപ്പോൾ പാർട്ടി നടത്തിക്കളയും. അവർ തീ കായുന്നതിൻ്റെ ചുറ്റുമിരുന്ന് കായാനുള്ളതല്ല നിന്റെ ഭാവി. പറ്റുമോ മാറി നിൽക്കാനായിട്ട്? ഇതെനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ? ഇനി അഥവാ ചെന്നാൽ തന്നെ നീ ആരാണെന്നുള്ള നിന്റെ ഐഡന്റിറ്റി കളയാതെ നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ലെങ്കിൽ പോകല്ലേ. ഇതൊന്നും വിഷയമല്ല. വേർപാട് നീ എവിടെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം, എപ്പോൾ ആയിരിക്കണം മനസ്സിലാക്കിക്കൊണ്ട് നിന്നോണം. ഇല്ലെങ്കിൽ നീ വീണു പോകും. പ്രൈസ് ഗോഡ്. പിന്നെ മാനസാന്തരത്തിന് ഇട കിട്ടത്തില്ല. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ മാനസാന്തരപ്പെടാൻ സാധ്യമല്ല. പ്രൈസ് ഗോഡ്. അപ്പോ മഹാപുരോഹിതന് പരിചയമുള്ള ഈ ശിഷ്യൻ പത്രോസിനെ അകത്ത് കയറ്റിയതാണ്. രണ്ടുപേരും അകത്തുണ്ട്, പക്ഷെ പത്രോസ് തള്ളി പറയേണ്ടി വന്നു. കാരണം ചെന്ന് കുറ്റത്തിലിരുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ തള്ളിപ്പറച്ചില്, ഞാൻ ഈ നസറായനെ അറിയുന്നില്ല എന്ന് ആണയിട്ട് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷത്തില് 26-ാം അധ്യായത്തിൽ താഴ്ത്തിട്ട് വായിക്കാം. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. നിന്റെ ഉച്ചാരണവും വെളിവാക്കുന്നുവല്ലോ. ഇടക്കിടയ്ക്ക് ഹോളി പോകുന്നതുകൊണ്ട് ഗോത്രമൊന്നും അല്ലേലിയ എന്നൊക്കെ പറയുന്നത് പേടി വരുമ്പോ വെളിയിൽ വരും. പുള്ളിക്ക് ജീവൻ പോകുമെന്ന് പേടി വന്നു. കാരണം എന്താണെന്നറിയാമോ? യോഹന്നാൻ 18:26 മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറുത്തവന്റെ ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശുവിനെ പിടിക്കാനായിട്ട് ചേവകർ വന്നപ്പോൾ പത്രോസ് ഉറയിൽ നിന്ന് വാളൂരി ഒരൊറ്റ വെട്ട്. പുള്ളിക്ക് മീൻ വെട്ടി ചെകിള വെട്ടിയ പരിചയമുള്ളൂ. അതുകൊണ്ട് കഴുത്തല്ല പോയത്, ചെവിയാ പോയത്. മനസ്സിലായോ? ആ വെട്ടുകൊണ്ടവന്റെ വായിച്ചേ, പത്രോസ് കാതറുത്തവന്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ പത്രോസ് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നേരം അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല, അന്നേരം സ്തോത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നീ അവിടെ ചെന്ന് നിൽക്കാതെ രക്ഷപ്പെടണമായിരുന്നു. കേറിയിരിക്കുമ്പോ സൂക്ഷിച്ചോണം, ഇതിപ്പോയി പെട്ടുപോകാതിരിപ്പാൻ. നീ അകലം വിട്ട് യേശുവിനെ അനുഗമിക്കുന്നതിനേക്കാൾ നല്ലത് നീ അനുഗമിക്കാതിരിക്കുകയാണെന്ന്. നിനക്ക് ഹോപ്പുണ്ട്. ആത്മീയനല്ലാതിരിക്കെ ആത്മീയനെന്ന് നടിച്ച് നടക്കുന്നവൾക്കും ഹോപ്പില്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാതെ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷമായി നിന്ന ഹോപ്പില്ല. നിങ്ങളുടെ വിളിച്ചവന്റെ വിളിക്ക് ഒത്തവണ്ണം. നിങ്ങളിനി പത്രോസിന്റെ ലേഖനം വായിച്ചാലുണ്ടല്ലോ, പത്രോസ് ആ അനുഭവങ്ങളിൽ കൂടെ ഉരുത്തിരിഞ്ഞൊരു ലേഖനമാകും. പത്രോസ് 1-2 വായിച്ചാൽ പത്രോസ് കടന്നുപോയ ഈ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു ലേഖനമാണ്. ഞാൻ ഇത്രയും പറഞ്ഞ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് പത്രോസിന്റെ ലേഖനം നമ്മൾ ഓടിച്ചു നോക്കാൻ പോവുക. എടുക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരുമായവർക്ക് എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. മതി. സല്യൂട്ടേഷൻ തന്നെ വായിച്ചാൽ പുള്ളിക്ക് പറ്റിയ സകല അബദ്ധങ്ങളുടെയും സുബദ്ധങ്ങളുടെയും ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് പിടികിട്ടും. നോക്കി, ഒന്നാമത് പറയുന്നു, ചെതറിപ്പാർക്കുന്ന പരദേശികൾക്കാണ് ഇതെഴുതുന്നത്. ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചെതറിപ്പോകും. അന്ന് ചെതറിയ രാത്രിയിലാണ്
യേശുവിനെ തള്ളിപ്പറഞ്ഞത്. അതുകൊണ്ട് ചെതറിപ്പോയവരോട് സുവിശേഷം പറയാൻ പത്രോസിന് തിടുക്കമുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായി? വേറെ ആരും, യോഹന്നാനും പൗലോസും ഒന്നും ചെതറിപ്പോകുന്നവർക്ക് വേണ്ടി എഴുതിയിട്ടില്ല. പക്ഷെ പത്രോസ് ചെതറിപ്പോകുന്നവർക്ക് വേണ്ടി എഴുതി. കാരണം ഒരു കാലത്ത് അവൻ ചെതറിയവനാണ്. എന്താ മനസ്സിലായി? നീ ചെതറിയവനാണെങ്കിലും മടങ്ങി വന്നാൽ നിനക്ക് ചെതറിയവരെ ആശ്വസിപ്പിക്കാൻ ദൈവം അധികാരം തരും. ജീവിതത്തിൽ കഷ്ടങ്ങളിൽ കൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയിട്ട് അവൻ യഥാസ്ഥാനപ്പെട്ട ജീവിതങ്ങൾക്കാണ് മറ്റുള്ളവരെ ഉറപ്പിക്കുവാൻ പ്രത്യേകം കൃപ. നീ അനുഭവിച്ച കഷ്ടങ്ങൾ, നീ അനുഭവിച്ച പ്രയാസങ്ങൾ, എന്നാൽ ഒരു കഷ്ടവും അനുഭവിക്കാതെ ജീവിച്ച കുറേ കൊച്ചമ്മമാരും അച്ചായന്മാരും ഉണ്ട്. അവർക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റുകയില്ല. അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ കൈയൊടിഞ്ഞിട്ട് വച്ച് കെട്ടി അവൻ്റെ കയ്യെ പിടിച്ച് പൊക്കി നോക്കിയാൽ എന്നാ പറ്റിയെന്ന് കാണാൻ അതുപോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവൻ വേദന കൊണ്ട് പൊളഞ്ഞിരിക്കുക. അപ്പോൾ ആശ്വസിപ്പിക്കുന്ന കൊച്ചമ്മ വന്നിച്ച് കൈ വെക്കുന്നു. അപ്പം അവൻ ജീവൻ പോവും. കൊച്ചമ്മയുടെ കൈ ഒടിഞ്ഞതാണെങ്കിലേ മനസ്സിലാകത്തുള്ളൂ ഇത് തൊടാൻ മേലായിട്ട്, ഇത് അനക്കാൻ പാടില്ല. ഈ സമയത്ത് കൈ തൊടാതെ മാറി നിന്ന് ആശ്വസിപ്പിക്കുന്ന ഭംഗിയെന്ന് മനസ്സിലാവണമെങ്കിൽ കൊച്ചമ്മയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടാകണം. മനസ്സിലായോ? നിങ്ങൾ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകാത്ത വിഷയങ്ങൾ കൂടെ കടന്നു പോകുന്നവനെ കുറ്റം പറയല്ലേ. ഇപ്പൊ പത്രോസ് ചെതറിപ്പോയതിൻ്റെ അനുഭവം മനസ്സിലാക്കി. കർത്താവിനെ വിട്ടുപോയ രാത്രിയിൽ, കർത്താവിനോട് അകന്നുപോയ രാത്രിയിൽ 2 വട്ടം കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ സംഭവം ഓർത്തിട്ട് ചെതറിപ്പോയ 12 ഗോത്രങ്ങളെയും ആശ്വസിപ്പിക്കുവാൻ ആദ്യത്തെ ലേഖനം പത്രോസ് എഴുതി. ആ ലേഖനത്തിൽ അവർക്ക് കൊടുക്കുന്ന ഉറപ്പുകൾ വായിച്ച്. ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം. പിതാവായ ദൈവത്തിന്റെ മുന്നറിവ് എന്നാണെന്നറിയാമോ? ഒന്ന്, ഈ പത്രോസിനെ വിളിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 27, പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പിതാവായ ദൈവത്തിന്റെ മുന്നറിവ്. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് സിംഹാസനത്തിൽ ഇരിക്കാനാണ്. 1. 2, 4-ാം അധ്യായം മത്തായി 17 മുതൽ. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശിമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെ കണ്ട ദിവസം തന്നെ യേശു പത്രോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രോസേ, നീ മീൻ പിടിക്കുന്നവനാണ്, എന്റെ പിന്നാലെ നീ വരികയാണെങ്കിൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പിതാവിന്റെ മുന്നറിവിനൊത്തവണ്ണം പത്രോസിനോട് യേശു അവനെ എന്തിനാണ് വിളിച്ചതെന്ന് വിളിച്ച ദിവസം പറഞ്ഞു. പുറകെ പോയിട്ട് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നീ സിംഹാസനത്തിന് ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു. തീർന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 17, 18, 19. യേശു അവനോട്, ബർയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ശിമോനെ, നീ ഭാഗ്യവാൻ, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇന്ന് പകൽക്കാലം കർത്താവിനാൽ വിളിച്ച് വേദനിക്കപ്പെട്ട ദൈവവൈതലെ, നിന്നെ വിളിച്ച നാൾ മുതൽ നിന്നെ കുറിച്ച് ദൈവത്തിനുള്ള ഉദ്ദേശം എന്തെന്ന് നിനക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തെ കരമുയർത്തി സ്തുതിക്ക്. ആ പദവിക്കൊത്തവണ്ണം ജീവിക്കാൻ എന്റെ ദൈവം നിന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിന്നെ വിളിച്ച് വേർതിരിച്ചതായതുകൊണ്ട് നീ അറിയാത്ത സ്ഥാനങ്ങളിൽ അവൻ നിന്നെ പരിപാലിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ്.
അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഭക്തൻ പാടുന്നത്, നിന്നതല്ല ഞാൻ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല, നിർത്തിയതാ. ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അവകാശം ചോദിച്ചു. നിന്നെ മാത്രമല്ല, ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവവേദനെ, നിന്റെ തലമുറയെ പാറ്റുവാൻ, നിന്റെ ബിസിനസ്സിനെ പാറ്റുവാൻ, നിന്റെ ജോലിയെ പാറ്റുവാൻ, നിന്റെ ആരോഗ്യത്തെ പാറ്റുവാൻ, നിന്റെ മക്കളെയും കൊച്ചുമക്കളെയും പാറ്റുവാൻ പിശാച് അനുവാദം ചോദിച്ചു. നീ അറിഞ്ഞില്ല, നിനക്ക് വേണ്ടി ഓനിവൻ പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിച്ചു. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം, നീ അറിയാതെ നിനക്ക് വേണ്ടി നിന്റെ സഭയിൽ അനേകര് ഇടിവിൽ നിൽക്കുന്നുണ്ട്. നന്ദികേട് കാണിക്കരുത്, നന്ദികേട് കാണിക്കരുത്. ആരെയും കൊച്ചാക്കി കളയരുത്, ആരെയും തള്ളിപ്പറയരുത്, ആരെയും കുറ്റം പറയരുത്. കർത്താവ് ഇപ്രകാരം പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തനെ നീ തുച്ഛീകരിക്കരുത്. അവന്റെ ദൂതന്മാർ ദൈവത്തിന്റെ മുഖം സദാകാലവും കാണുന്നു. നിനക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചത് ദൈവത്തിനറിയാം, നിനക്ക് വേണ്ടി അവൻ ഉപവസിച്ചിട്ടുള്ളത് ദൈവത്തിനറിയാം. അവന്റെ കുടുംബ പ്രാർത്ഥനയിൽ മക്കളും കൊച്ചുമക്കളും എല്ലാം നിന്നെ ഓർത്ത് പ്രാർത്ഥിച്ച സന്ദർഭങ്ങൾ, നീ രോഗം വന്നപ്പോൾ വിളിച്ചറിയിച്ചില്ലേ? നിനക്ക് അപകടം വന്നപ്പോൾ വിളിച്ചറിയിച്ചില്ലേ? നിനക്ക് കഷ്ടം വന്നപ്പോൾ വിളിച്ചറിയിച്ചില്ലേ? നിനക്ക് വേണ്ടി നിന്റെ കൂട്ടുവിശ്വാസികള് പ്രാർത്ഥിച്ചതും ആരാധിച്ചതും ദൈവത്തെ സ്തുതിച്ചതും ഉപവസിച്ചതും പക്ഷപാതം ചെയ്തും മറന്ന് വിശ്വാസിയെ തള്ളി പറയല്ലേ, ഇത് മഹാപാപമാകും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ശുശ്രൂഷകനെയും, വീട്ടിലൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങളുടെ ശുശ്രൂഷകൻ ഉറങ്ങത്തില്ല കേട്ടോ. നന്ദി വേണം. സാത്താൻ ശിമോനെ ശിമോനെ കോതമ്പ് പോലെ പാറ്റേണ്ടെന്ന് ആവശ്യം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ അപേക്ഷിച്ചു. എന്നിട്ട് ഒരു കാര്യം, ഒരു പ്രവചനം പറഞ്ഞ യേശു നിർത്തി. എന്തുവാ? എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം അറിയാമായിരുന്നു. അത് അറിഞ്ഞു തന്നെ കൂടെ കൊണ്ടു നടന്നു. യുവായെ കൊണ്ട് നടന്നത് ഇവൻ ഒറ്റ കൊടുമെന്ന് അറിഞ്ഞു തന്നെയാണ്. അറിഞ്ഞു തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. മനസ്സിലാക്കണം, തള്ളിക്കളയാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. വെട്ടിക്കളയാൻ പറ്റത്തില്ല. അറിഞ്ഞു തന്നെ കർത്താവ് കൊണ്ട് നടന്നത്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, കർത്താവ് യൂദയെ ചൊല്ലി ഒരു പ്രസ്താവന ഇറക്കി. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു. ഇത്ര ഒരു കട്ടിയുള്ളൊരു പ്രസ്താവന വേദപുസ്തകത്തിനില്ല കേട്ടോ. ആ മനുഷ്യൻ, അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു കാലത്തും ഒറ്റിക്കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടാകരുത്. നീ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കരുത്. നീ ചേർന്ന് നിൽക്കുന്ന ദൈവദാസനെ ഒറ്റിക്കൊടുക്കരുത്. നീ ചേർന്ന് നിൽക്കുന്ന സഭയെ ഒറ്റിക്കൊടുക്കരുത്. കർത്താവ് പറയും, അവൻ ജയിക്കാതിരുന്നെങ്കിൽ അവൾ ജയിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പർവ്വതനെ അറിഞ്ഞുകൊണ്ട് കൊണ്ട് നടന്നു. യൂദയെ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊണ്ട് നടന്നത്. യോഹന്നാൻ കൊടുത്തു അതേ സ്ഥാനം പത്രോസിന് കൊടുത്തു. കർത്താവിനെ എന്നോട് ചാളം തിരിഞ്ഞുകൊണ്ട് കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ. പക്ഷെ മറുരൂപമായി പോയപ്പോൾ യോഹന്നാനും കൊണ്ടുപോയി, പത്രോസിനെയും കൊണ്ടുപോയി, യാക്കോബിനെയും കൊണ്ടുപോയി. ഒരു സ്റ്റെപ്പ് താത്തി നിർത്തിയില്ല കർത്താവ്. പക്ഷെ മനസ്സിലാക്കണം, ഇവൻ തള്ളിപ്പറയുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത്. ഇത് പത്രോസിന് അറിയാവുന്നത് കൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, മുന്നറിവിനൊത്തവണ്ണം വിളിച്ചു വേർതിരിച്ചു. മാനസാന്തരം ഉണ്ടെങ്കിൽ ഏതനുഭവത്തിലൊക്കെ കടന്നുപോയാലും നിന്നെ ദൈവം ഉപയോഗിക്കും, ശക്തിയോടെ ഉപയോഗിക്കും. ഇല്ല, മാനസാന്തരം ഇല്ലെങ്കിലോ വെട്ടി തീയിലിട്ട് കളയും. ഇതാണ് യോഹന്നാൻ പ്രസംഗിച്ചത്. മാനസാന്തരം ഉണ്ടെങ്കിൽ, മാനസാന്തരം യോഗ്യമായ ഫലം കായ്ച്ചാൽ ദൈവം നിന്നെ ശക്തിയോടെ ഉപയോഗിക്കും. ഇല്ല, നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിലോ തീയിലിട്ട് കളയും. കണ്ണുകളടയ്ക്കാം, തലല ഉണക്കാം. ഇന്ന് പകൽക്കാലം, കർത്താവേ, നീ എന്നെ വിളിച്ച വിളി അത് ഉന്നത വിളിയാണ്, ഉന്നത ശുശ്രൂഷയാണ്, ഒരു ഉന്നത സാക്ഷിയാകുവാനാണ്, ആയിരങ്ങൾക്ക് സാക്ഷിയാകുവാൻ. ആ വിളിക്കൊത്തവണ്ണം എൻ്റെ ജീവിതം ക്രമീകരിക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ, കൃപ തരണമേ. സാത്താൻ കോതമ്പ് പോലെ പാറ്റുവാൻ കടന്നു വന്നാലും
അപേക്ഷിക്കുന്ന ദൈവകൃപ കൊണ്ട് എന്നെ സൂക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ സൂക്ഷിക്കണമേ, എനിക്കുള്ളവരെ സൂക്ഷിക്കണമേ, ക്രമീകരണം ഏറ്റെടുക്കാൻ സഹായിക്കണം. തീരുമാനമെടുക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തിയാട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകലെടുത്തിരിക്കുന്ന തീരുമാനം, ഈ കരങ്ങൾ ഉയർത്തിയവരെടുത്തിരിക്കുന്ന തീരുമാനം നീ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണല്ലോ. നീ അത് കണ്ടിരിക്കുന്നവരോട് നന്ദിയോടെ സ്തുതിക്കുകയാണ്. നീ അനുഗ്രഹിക്കണമേ, നീ സഹായിക്കണമേ, നീ വിടുവിക്കണമേ. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ ദൈവമേ, നന്മ കൊണ്ട് അലങ്കരിക്കുമാറാകണമേ. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ തിരിച്ചെടുക്കുവാൻ, നഷ്ടപ്പെട്ട ദിവസങ്ങൾ തിരിച്ചെടുപ്പാൻ, നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരിച്ചെടുപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഇരിപ്പ് നോക്കാൻ, ഞങ്ങളുടെ നടപ്പ് ശ്രദ്ധിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനുപരിയായി ഞങ്ങൾ വിശുദ്ധന്മാരായി, വേർപെട്ടവരായി, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി ശിഷ്ടായുസ് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മാനവ മഹത്വം കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.